ഹലോ മച്ചവേ, നേരെന്ന് പറഞ്ഞ മൂവി നമ്മളിന്ന് കണ്ടു. അപ്പോൾ നേരിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമായ വീഡിയോ കണ്ടു നോക്കുക. ഇതൊരു ഷോർട്ട് റിവ്യൂ ആണ്. നേരിനെ കുറിച്ച് പറയുമ്പോൾ ഡയറക്ഷനിൽ ജിത്തു ജോസഫാണ്. നമുക്കറിയാം ജിത്തുവിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മേക്കിംഗ് തന്നെയാണ് നേരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയാൻ സാധിക്കുക. നേര് നല്ല ഏത് ചിത്രം എടുത്തു നോക്കിയാലും കാണുന്ന പ്രേക്ഷകർക്ക് എന്താണ് കണ്ടു ചെയ്യാൻ സാധിക്കുക. അദ്ദേഹത്തിൻ്റെ രീതിയിൽ വ്യത്യസ്തമായ മേക്കിംഗ് ഡയറക്ഷനോട് തന്നെ നേരെന്ന് പറഞ്ഞ ചിത്രം പോലെ തന്നെ മറ്റൊരു ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അതിനോട് 100% നീതിപ്പെടുത്തി തന്നെ നേര് നാട്ടു മൂവി. അതുപോലെ തന്നെ ഇതിൻ്റെ തിരക്കഥ ഷാദി മായാദേവി, ജിത്തു ജോസഫ് ചേർന്നാണ് ഇതിൻ്റെ തിരക്കഥ. നിർമ്മാണം ആശീർവാദ് ഫിലിംസാണ്. കാശ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മോഹൻലാൽ, പ്രിയമണി, ജഗദീഷ്, അനശ്വര രാജൻ, ഗണേഷ് കുമാർ, സിദ്ദിഖ് തുടങ്ങിയവർക്ക് പ്രധാനമായി ഇമ്പോർട്ടൻ്റ് റോളിൽ വന്നിട്ടുള്ളത്. ഇവരെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു ഇമോഷണൽ കോട്ടും ഡ്രാമയുടെ നേര്. അതുപോലെ തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞ വലിയ സസ്പെൻസ് ട്വിസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നേരി കാണുന്ന പ്രേക്ഷകർക്ക് ഇമോഷണലായി കണ്ടു ചെയ്യാൻ സാധിക്കുന്ന ഒരു കോട്ടും ഡ്രാമ. എനിക്കൊന്ന് ഏകദേശം ഒരു 30% മാത്രമാണ് ഔട്ട്ഡോറിലുള്ളൂ. ബാക്കി 70% കോടതിക്കുള്ളിൽ നടക്കുന്ന കോടതി പ്രതിവാദങ്ങൾ തന്നെയാണ് നേരിന്ന് പറഞ്ഞ് കാണുന്ന പ്രേക്ഷകരിലേക്ക് മുമ്പിൽ എത്തിക്കാൻ സാധിക്കുന്നത്. ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകമായി എനിക്ക് പറയാൻ സാധിക്കുന്നത് ഒന്നാമത് ഘടകം ഇതിൻ്റെ ഇമോഷണലാണ്. ഇമോഷണലായിട്ടുള്ള പല സീൻസും കാണുന്ന പ്രേക്ഷകർ കണ്ടു ചെയ്യാൻ സാധിക്കും. കണ്ണെന്ന് അറിയാൻ നേരി കണ്ണ് തീർക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുക. കാരണം കാണുന്ന പ്രേക്ഷകർക്ക് എന്താണ് ഈ കഥാപാത്രം സംഭവിച്ചിരിക്കുക, അതേപോലെ തന്നെ പ്രേക്ഷകർക്ക് നല്ല ഇഞ്ചക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ജിത്തുവിൻ്റെ പോലെ തന്നെ. അതേ തന്നെ തിരക്കഥ മുന്നോട്ട് പോകുന്നത്. ഏകദേശം 2.5 മണിക്കൂറുള്ള ചിത്രം എവിടെയും ബോറടിപ്പിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ കഥ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന നമുക്ക് എല്ലാവർക്കും പ്രതി ആരാണെന്ന് തന്നെ ഏറ്റവും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ. പക്ഷെ അദ്ദേഹത്തിന് എന്താ പറയുക, കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം ഇതിനെതിരാളി നിങ്ങൾക്ക് കണ്ണ് കാണാത്തൊരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് എങ്ങനെയാണ് അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് നേരെന്ന് പറഞ്ഞ മൂവി മുന്നോട്ട് പോകുന്നത്. അല്ല, ഒരു നേരിൻ്റെ നീറുന്നൊരു പോരാട്ടം തന്നെയാണ് നേരിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ സാധിക്കുക. ഏറ്റവും നല്ല പോസിറ്റീവായി മറ്റൊരു ഘടകമാണ് പ്രകടനം തന്നെയാണ്. എടുത്തു പറയേണ്ട അനശ്വര രാജൻ എന്ന് പറയുന്ന ആ നടിയുടെ ഒരു പ്രകടനം തന്നെയാണ്. കാരണം നമുക്കറിയാം കണ്ണ് കാണാത്തൊരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. അതെല്ലാം ഗംഭീരമായി തന്നെ ചെയ്തു. മറ്റൊരു കഥാപാത്രമായി ജഗദീഷാണ്. ഒരു അച്ഛൻ്റെ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പലരും വിട്ടുപോയി കഴിയുന്ന ജഗദീഷിൻ്റെ പ്രകടനം അത് ഗംഭീരമായിട്ട് തന്നെ ജഗദീഷ് ചെയ്തു. മറ്റൊരു കഥാപാത്രം എനിക്ക് പറയാൻ സിദ്ദിഖ് ചെയ്ത കഥാപാത്രമാണ്. വക്കീലിൻ്റെതായ കഥാപാത്രം അത് ഗംഭീരമായിട്ട് തന്നെ ചില ഭാഗത്തൊക്കെ നമുക്ക് മോദ കിട്ടുന്ന കൊടുക്കുന്ന അത്രയൊരു കഥാപാത്രം തന്നെയാണ്. പിന്നെ വില്ലൻ കഥാപാത്രം ചെയ്ത ആ വ്യക്തി പേരറിയില്ല, അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഏറ്റവും എടുത്ത് പറഞ്ഞാൽ നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ തിരിച്ചു തന്നെയാണ് നേരിൽ കണ്ടപ്പോൾ എനിക്ക് സഹായിക്കാൻ സാധിച്ചത്. കാരണം നേരെന്ന് പറഞ്ഞാൽ നമ്മൾ ലാലേട്ടൻ എവിടെയും തിരിച്ചു പോയിട്ടില്ല. തിരിച്ചു വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുൻപ് അലമ്പാൻ നിരാശ തന്നെയായിരുന്നു. ഒരു ഫാൻ നിലയ്ക്ക് എനിക്ക് കണ്ടപ്പോൾ അലമ്പാൻ നിരാശയായിരുന്നു. എവിടെയും തന്നെ എന്നെ ഒരു സന്തോഷപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇതിൽ നമ്മുടെ ലാലേട്ടൻ ഗംഭീരമായ തന്നെ പ്രകടനം കാഴ്ചവെച്ചു. കാരണം പല സീൻസിലും ഇമോഷണൽ തന്നെ കണ്ടു ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പല സീൻസിലും അധികം തോറ്റുപോയി നാണകേട് നിൽക്കുന്ന സീൻസ് പോലും കാണുന്ന പ്രേക്ഷകർ നല്ല രീതിയിൽ തന്നെ കണ്ടു ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ മുഖത്തെ എക്സ്പ്രഷൻ കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം തന്നെ എടുത്ത് പറയാൻ സാധിക്കും. കാരണം ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്താത്ത രീതിയിൽ തന്നെ പ്രകടനം തന്നെ നേരിൽ സാധിച്ചിട്ടുള്ളത്. എനിക്കൊന്ന് കൊടുങ്കാറ്റ് മുമ്പിൽ ശാന്ത തന്നെ നേരിന്ന് പറഞ്ഞു. ഇനി വരാൻ പോകുന്ന ഒരാളുടെ ചിത്രങ്ങൾ എടുത്ത് നോക്കി സാധിച്ചാൽ വലിയൊരു വിജയങ്ങളാവേണ്ട അല്ലെങ്കിൽ ഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കുന്ന രീതിയിൽ തന്നെയായിരിക്കാം ഇനി അങ്ങോട്ട് സംഭവിക്കാൻ വേണ്ടി പോകുന്നതാണ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ നേരെ ഒരു ഇമോഷണൽ കോട്ടും ഡ്രാമ തന്നെയാണ്. അപ്പോൾ നേരിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി എനിക്ക് ഇത്രയും പറയാനുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാൻ താല്പര്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ നേരെ നിങ്ങൾ കണ്ടുള്ള വ്യക്തി നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.